ശ്രീ ശശിൽ ടീച്ചർ കൂടി ചെയ്യുന്നു. ടീച്ചറെ, തൃശ്ശൂർ പൂരം പലരുടെയും കണ്ണിലെ കരടായിട്ട് കാലം കുറയും. തൃശ്ശൂർ പൂരം മാത്രമല്ല, കേരളത്തിലെ ഇത്തരം ആഘോഷാനുഷ്ഠാനങ്ങളൊക്കെ പലരുടെയും കണ്ണിൽ കരടാകാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആവുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ, ഏറ്റവും അവസാനമായി നടന്ന സംഭവവികാസങ്ങൾ ടീച്ചറുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ടീച്ചർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ഇവിടെ ഇത് തികച്ചും ആസൂത്രിതമാണ്. തൃശ്ശൂർ നടന്നത്, ഇന്നലെ രാത്രി മുതൽ നടന്നതൊക്കെ തന്നെ തികച്ചും ആസൂത്രിതമാണ്. നമ്മൾ 2018 ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. 2019 ഇലക്ഷന് മുന്നേ, 2019 പാർലമെന്റ് ഇലക്ഷന് മുന്നേ 2018 ഇവിടുത്തെ വിശ്വാസികളെ എത്രത്തോളം പിണക്കാമോ അത്രത്തോളം പിണക്കാനുള്ളൊരു ശ്രമമാണ് അന്ന് CPM ഭാഗത്തു നിന്നുണ്ടായത്. വളരെ വ്യക്തമായി നമുക്ക് അത് എന്തിനാണ് എന്ന് മനസ്സിലായില്ല. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച് കയറ്റണമെങ്കിൽ ഇവിടുത്തെ ഹിന്ദു വികാരം CPM എതിരാക്കി തിരിച്ചാൽ CPM ഒരുപക്ഷെ BJPക്ക് അല്ലെങ്കിൽ മറ്റ് കിട്ടേണ്ട വോട്ടുകൾ അത് CPM ആണുള്ള പിന്നെ ഇത്രയും തങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കണത് എന്നുള്ളത് കൊണ്ട് ആരും അറിയാതെ ഒരു പക്ഷേ അത് കോൺഗ്രസിന് കിട്ടിയേക്കും എന്നുള്ള ഒരുപക്ഷെ ഇതുവരെയുള്ള അവരുടെ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ട് എളുപ്പം കണ്ടൊരു വിദ്യയായിരുന്നു അന്ന് ശബരിമല കാണിച്ചത് എന്ന് തീർച്ചയായും നമുക്കൊക്കെ അനുമാനിക്കാം. അതേ നാടകം ഇവിടെ അരങ്ങേറുകയാണ്. ഇപ്പൊ തൃശ്ശൂർ നമുക്കറിയാം, അതിശക്തമായ ഒരു ത്രികോണ മത്സരം അവിടെ നടക്കുകയാണ്. ആ ത്രികോണ മത്സരത്തിൽ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളത് തൃശ്ശൂർക്കാർ ഏറെക്കുറെ അവരെ ഇതുവരെയുള്ള കണക്കുകളിൽ നിന്നും പൾസറിഞ്ഞൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കാതിരിക്കാനും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും CPM കണ്ട ഏറ്റവും എളുപ്പമായൊരു വഴിയാണ് ആ തൃശ്ശൂർ പൂരം കുളമാക്കുക, അവിടുത്തെ വിശ്വാസികളെ എങ്ങനെയൊക്കെ. കാരണം ഇന്നലെ രാത്രി അത്രയും ചെയ്ത് മടത്തിൽ വരവ് തടഞ്ഞ് വെടിക്കെട്ട് നിർത്തിവെച്ച് ആയിരങ്ങളെ അത്രയും വിഷമത്തിലാക്കിയിട്ടും തീരാതെയാണ്. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് എന്ന് പറഞ്ഞ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഷൂസ് ഇട്ട് വീണ്ടും അവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് ഇതുതന്നെയായിരുന്നു ശബരിമലയിൽ. ഒന്നിന്റെ പുറകെ ഒന്നായി ചെയ്തുകൊണ്ട് വിശ്വാസികളെ ശത്രുപക്ഷത്തേക്ക് മാറ്റുമ്പോൾ തീർച്ചയായും അത്, കാരണം നമുക്കറിയാം നമ്മുടെ അതിർത്തി വിട്ടാൽ ഈ രണ്ട് മുന്നണി ഒന്നാണ് എന്നുള്ളത്. അപ്പൊ കേരളത്തിൽ അങ്ങനെ രണ്ട് മുന്നണികൾ ഒരു സൗഹൃദ മത്സരം നടത്തുമ്പോൾ അവർക്ക് തീർച്ചയായും ധാരണയുണ്ട് CPM കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത് എന്നുള്ളത്. ദേശീയ ശക്തികളൊന്നും ആ വഴിക്ക് വരാതിരിക്കാൻ അവർ കണ്ട ഒരു എളുപ്പമായ മാർഗമാണിത്. നിഷ്പക്ഷരായി നിൽക്കുന്ന ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് അത് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ഒരു നാടകമായിരുന്നോ ഈ ചെയ്തത് എന്ന് ന്യായമായും സംശയിക്കുന്നു. പിന്നലെ നമുക്കറിയാം രാംലല്ലയുടെ ആ വിഗ്രഹം അല്ലെങ്കിൽ മറ്റേ അയോധ്യയുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളൊക്കെ അവിടെ കൊടമാറ്റത്തിന് 10,000-ങ്ങളെ ലക്ഷങ്ങളെ സാക്ഷിയാക്കിയിട്ടാണ് നിർത്തിയത്. എന്തുമാത്രം ആഹ്ലാദ ആരവത്തോടു കൂടിയ തൃശ്ശൂർ സ്വീകരിച്ച് മറിച്ചൊരു ശബ്ദം അവിടെ നിന്ന് വന്നില്ല. അത്രയും ആളുകളുമില്ലാതെ അവര് ഹർഷാരവങ്ങളോടെ, ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ മനസ്സോടെയാണ് അവർ സ്വീകരിച്ചത്. അപ്പൊ അത് തൃശ്ശൂരിന്റെ മനസ്സെന്നല്ല, പൊതുവെ കേരളത്തിന്റെ മനസ്സാണ് അവിടെ കണ്ടത്. അപ്പോൾ ആ ഒരു മാറ്റം അത് CPM വളരെ വ്യക്തമായി, CPM നമ്മൾ എന്തൊക്കെ ദോഷം പറഞ്ഞാലും നാടിന്റെ പൾസ് തൊട്ടറിയാൻ പറ്റുന്നവരാണ് അവര്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കണക്കുകൾ അവരുടെ കയ്യിൽ കൃത്യമാണ്. അപ്പൊ ആ കണക്കുകൾക്കനുസരിച്ച് അവർക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ അവർ കണ്ട എളുപ്പമായ ഒരു മാർഗമാണ് ഇത് എന്ന് തീർച്ചയായും സംശയിച്ചേ പറ്റുന്നു. അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രതികരണം കൂടി വന്നിരുന്നു. ടീച്ചർ, അതിൻ്റെ വിശകലനം പുറകെ വരുന്നേ ഉള്ളൂ. പോലീസ് ചെയ്തത് തെറ്റ്, പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്താണ് വീഴ്ച പറ്റിയതൊക്കെ സർക്കാർ പരിശോധിക്കണമെന്നൊക്കെ അവിടെ ഇവിടെയും തൊടാതെ MV ഗോവിന്ദന്റെ ഒരു മറുപടി കൂടി വന്നിട്ടുണ്ട്. അത് അവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ. കോൺഗ്രസുകാർക്ക് മറ്റേ പോലീസുകാർക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലായില്ല എന്നും, അല്ലെങ്കിൽ അവിടെ പുതുതായി വന്ന ഉദ്യോഗസ്ഥന്മാരെ, അപ്പൊ പോലീസ് ഇവിടെ ആരാലും നിയന്ത്രിക്കപ്പെടാതെയാണോ നിൽക്കുന്നത്? ഇന്നലെ ശബരിമലയിലാണെങ്കിലും ഇന്ന് തൃശ്ശൂരാണെങ്കിലും ആരാലും നിയന്ത്രിക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗമാണ് ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ. ഒരു പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ആഭ്യന്തരമന്ത്രി, എന്തിനാണ് നമുക്കൊരു മുഖ്യമന്ത്രി? അപ്പൊ ഇവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല ഓരോ 10 പോലീസുകാർക്ക് തോന്നിയ വിധത്തിൽ ഇത് ചെയ്യാമെന്നാണെങ്കിൽ പിന്നെ രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. ഒരു പാർലമെന്റിലേക്ക് മത്സരിക്കുകയല്ല വേണ്ടത്. കേരളത്തിലെ ഭരണം ഇട്ടെറിഞ്ഞു പോകണം. എന്നാലും പോലീസുകാരെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തവരാണോ നാട് ഭരിക്കണത്? അപ്പൊ ഇത് വെറും ഒരു നാടകമാണ്. ഇപ്പൊ ഈ പ്രസ്താവനകളൊക്കെ അത് MV ഗോവിന്ദന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സുനിൽകുമാറിന്റെ ആണെങ്കിലും ഒക്കെ അത് വെറും നാടകമാണ്, യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായും ഇതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെ നമ്മളൊക്കെ സംശയിക്കും. ഇത്രയൊരു അജണ്ട ഉണ്ടെങ്കിൽ പോലും വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കെതിരെയോ ഒരു നടപടി എടുത്തിട്ടില്ല. മാത്രമല്ല, ഒന്ന് വിശകലനം നടത്താൻ പോലും ഈ സുനിൽകുമാർ ആണെങ്കിലും
മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും ഒന്നും കാര്യമായ പ്രതികരണങ്ങളൊന്നും ആ ഭാഗത്തുനിന്ന് വരുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞ് പോലീസിനെ കുറ്റം പറയുന്നത് അങ്ങനെ പോകുന്നല്ലാതെ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ വീഴ്ച പറ്റിയ ആൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന തരത്തിലേക്ക് ഒരു പ്രതികരണം വരികയോ നടപടി ഉണ്ടാകുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, തൃശ്ശൂർ ഏറ്റവും അവസാനത്തെ ആണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇതിന് മുൻപ് ഇതിന് ശേഷവും പലതും ഇനി നടക്കാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ സംഘടനാ തലത്തിൽ പ്രതിഷേധമാണെങ്കിലും നിയമ നടപടികളാണെങ്കിലും ഒക്കെ കടക്കാൻ എന്തെങ്കിലും ആസൂത്രണം നടക്കുന്നുണ്ടോ? സഹിക്കാവുന്നതിന്റെ ക്ഷമിക്കാവുന്നതിന്റെ അപ്പുറത്താണ് അവർ ഈ കളിയൊക്കെ കളിക്കുന്നത്. കേവലം രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളോ വായിൽ തോന്നിയ വിഷയം കൊടുക്കുന്ന പോലെയല്ല. ഹിന്ദു ധർമ്മത്തെ തൊട്ട് എല്ലാം മിത്താണെന്ന് പറയുകയും അത് ശ്രീരാമചന്ദ്രനെങ്കിൽ അപമാനിക്കുകയും ഇതൊക്കെ നമ്മൾ സഹിച്ചും ശ്രമിച്ചുമാണ് ഇതുവരെ വന്നത്. പക്ഷെ അതിനും അപ്പുറമായി പോയി ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷത്തെ ഇത്തരത്തിൽ അവരെ മുഴുവൻ കണ്ണീരോടുകൂടി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതും പോരാതെ ക്ഷേത്രം ചവിട്ടിമെതിക്കുന്ന ഒരവസ്ഥ. തീർച്ചയായും ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ക്ഷമയുടെ നെല്ലിപ്പടിയിൽ ഇവിടുത്തെ ഭക്തർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പ്രസ്താവനയല്ല വേണ്ടത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരം അവരുടെ കയ്യിലുണ്ട്. ജനങ്ങൾക്കല്ലല്ലോ അധികാരം എടുക്കാൻ, ഇവർക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരമുള്ളത്. അപ്പൊ ആ നടപടി എടുത്തുകൊണ്ട് ഈ പ്രസ്താവന പോലും വേണ്ടായിരുന്നു. ആ നടപടി എടുത്തിട്ടാണ് അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാതൃകാപരമായി ചെയ്യേണ്ടത്. അപ്പൊ ഒരു നടപടി പോലും എടുക്കാതെ ആരാണ് അതിന്റെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയോ ഒന്നും ചെയ്യുകയോ ചെയ്യാതെ വെറുതെ അവിടെയല്ല ഇവിടെയല്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവന പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല. അത് ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതാണ്. ഇവിടുത്തെ ഭക്തജനങ്ങൾ തീർച്ചയായും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി അത് വളരെ ഗൗരവത്തിൽ തന്നെ ഇന്നലെ രാത്രി തൊട്ട് തന്നെ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പൊ തീർച്ചയായും അത് ഗൗരവമായി തന്നെ എടുക്കും. വെറും ഒരു സാധാരണ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിന്റെ തലത്തിലല്ല അതിനെ കാണുന്നത്.